അശാസ്ത്രീയമായ നിർമ്മാണം ഒരു പ്രദേശത്തെ ആകെ എങ്ങനെയാണ് ഇല്ലാതാക്കിയത് എന്നതിന്റെ നേർചിത്രം കൂടിയാണ് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അടിമാലിയിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണ് ഗൃഹനാഥന് ദാരുണാന്ത്യം ഉണ്ടായിരിക്കുകയാണ്. കുമ്പൻപാറ ലക്ഷം വീട് ഉന്നതിയിലെ ബിജുവാണ് മരിച്ചത്. രാത്രി ഒരു 10 മണിയോടുകൂടിയാണ് 6 വീടുകളിലേക്ക് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീഴുന്നത്. പുലർച്ചെ 4:50 കൂടിയാണ്. അത്രയും മണിക്കൂറുകൾ നീണ്ട പ്രവർത്തനത്തിനൊടുവിലാണ് ബിജുവിനെ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും പുറത്തെടുക്കാനായത്. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളത് വേദനിപ്പിക്കുന്ന വിവരമാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ, ബിജുവിന്റെ ഭാര്യ സന്ധ്യയെ പുലർച്ചെ 3:30 ദൗത്യ സംഘം രക്ഷപ്പെടുത്തിയിരുന്നു. ഗുരുതരമായ പരിക്കുണ്ട് സന്ധ്യയ്ക്ക്. കാലിനൊക്കെ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അടിമാലിയിൽ താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകി അതിനുശേഷം ആലുവ രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. സന്ധ്യയ്ക്ക് വിദഗ്ധ ചികിത്സ നൽകുമെന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ ഇപ്പോൾ മുന്നിലേക്ക് വരികയാണ്. 24ഓളം കുടുംബങ്ങളെ അവിടെ നിന്നും നേരത്തെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ അധികൃതരൊക്കെ തന്നെയും 24 കുടുംബങ്ങളെ അവിടെ നിന്നും മാറ്റി പാർപ്പിക്കുകയായിരുന്നു. പ്രദേശത്തുള്ളൊരു സ്കൂളിലേക്ക് ഉൾപ്പെടെയാണ് മാറിയത്. ഈ ബിജുവും സന്ധ്യയും തൊട്ടടുത്തുള്ള കുടുംബ വീട്ടിലായിരുന്നു. പക്ഷേ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുൾപ്പെടെ അവിടേക്ക് വരുമ്പോഴാണ് ആ വീട്ടിലേക്ക് വന്ന ഒരു 20 മിനിറ്റിനകം തന്നെ ഈ ഒരു വലിയ ദുരന്തം സംഭവിച്ചു എന്നാണ് ബിജുവിന്റെ സഹോദരി പുലർച്ചയോടുകൂടി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞതും. ബിനിലും ജേനസ് രാജുവുമാണ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നത്. ജെയിൻ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ അവിടേക്ക് എത്തിയതാണ്. ജെയിൻ, ആ ഒരു ദുരന്തം അത് എത്രത്തോളം വലുതാണ് എന്ന് നമുക്ക് മുന്നിലേക്ക് തെളിയുന്നത് ഈ ഒരു പുലർച്ചെ വെളിച്ചം വന്നതോടുകൂടിയാണ്. ആ മണ്ണിടിച്ചിൽ അത് ആ പ്രദേശത്തെ ആ ഒരു ഏരിയ ആകെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. മുൻപ് തന്നെ ഇതിനു മുൻപുള്ളതും അതിനുശേഷമുള്ളതുമായ ദുരന്തത്തിന്റെ ആ ഒരു ചിത്രങ്ങൾ നമ്മൾ കണ്ടതാണ്. അശാസ്ത്രീയമായ നിർമ്മാണമാണ് അവിടെ നടക്കുന്നത്. പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് മുൻപേ തന്നെ പറഞ്ഞിട്ട് പോലും അതൊന്നും വകവെക്കാതെ ഈ ഒരു ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള മണ്ണെടുപ്പും ബാക്കി നിർമ്മാണങ്ങളും തുടർന്നതല്ലേ ഈ ഒരു വലിയ ദുരന്തത്തിലേക്ക് നയിച്ചത്. അതിലൊരു ജീവൻ നഷ്ടമാകുന്നു. ആ ഭൂരിഭാഗം പേരുടെയും അവിടെയുള്ള പലരുടെയും സമ്പാദ്യം മുഴുവനാണ് ഇല്ലാതായി പോയതും. തീർച്ചയായിട്ടും പൂജ, അങ്ങനെ തന്നെയാണ്. നമ്മൾ ഇന്നലെ വൈകിട്ട് രാത്രി ഇവിടെ എത്തുന്ന സമയത്ത് നമുക്ക് പിന്നിൽ ആ കാണുന്നതാണ് അപകടം നടന്ന ഒരു സ്ഥലം. അതാണ് ബിജു താമസിച്ചിരുന്ന വീട്. ആ പ്രദേശത്തെ കാഴ്ച മാത്രമേ, അല്ലെങ്കിൽ ആ ഭാഗം മാത്രമേ നമുക്ക് പ്രകടമായിട്ട് കാണാൻ കഴിയുമായിരുന്നുള്ളൂ. കാരണം അവിടെ മാത്രമാണ് വെളിച്ചം ഉണ്ടായിരുന്നത്. ഇന്ന് നേരം പുലർന്നതിന് ശേഷമാണ് ഈ മണ്ണിടിച്ചിലിന്റെ ഒരു വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുക. ഇപ്പോൾ നമ്മൾ കാണുന്നത് ദേശീയപാതയിൽ നിന്നുള്ള കാഴ്ചയാണ്. ദേശീയപാതയിൽ, അതായത് താഴേക്ക് പതിച്ച മണ്ണിനേക്കാൾ കൂടുതൽ അളവിൽ താഴേക്കൊരു 30% മണ്ണ് മാത്രമേ പതിച്ചിട്ടുള്ളൂ. അത് ഏതാണ്ട് 70% മണ്ണും ഈ മണ്ണിടിച്ചിൽ ഉണ്ടായപ്പോൾ അത് വീണിരിക്കുന്നത് ദേശീയപാതയിലാണ്. അങ്ങ് മുകളിൽ നിന്ന്, ആ മലയ്ക്ക് മുകളിൽ നിന്ന് മണ്ണ് ഇടിഞ്ഞ് താഴേക്ക് പോരുകയായിരുന്നു. ആ ഭാഗത്താണ് വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം നാട്ടുകാർ പറഞ്ഞത്. ഇന്നലെ ഉച്ചയോടുകൂടി ജനപ്രതിനിധികളടക്കം ഇവിടെ വന്നിരുന്നു. ആ സമയത്ത് വിള്ളൽ രൂപപ്പെട്ട ഭാഗത്ത് പോയി അവർ നോക്കി. ആ സമയത്തും ഇവിടെ JCB ഉപയോഗിച്ചുകൊണ്ട് മണ്ണിടിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ആകാശ ദൃശ്യങ്ങളിലും ഈ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഇങ്ങോട്ട് നോക്കിയാൽ കാണാൻ കഴിയും ഏതാണ്ട് ഒരു 10-25 വീടുകൾ തൊട്ടടുത്തടുത്തായി ഇരിക്കുന്നുണ്ട്. ആ വീടുകളിലുണ്ടായിരുന്ന ആളുകളൊക്കെ നേരത്തെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറിയിരുന്നു. അതുകൊണ്ടാണ് ഒരു വലിയ ദുരന്തം ഒഴിവായത് എന്ന് തന്നെ പറയേണ്ടി വരും. ആ 8ഓളം വീടുകൾ പൂർണ്ണമായും അവിടെ ഇല്ലാതായി മാഞ്ഞു പോയിട്ടുണ്ട് എന്ന് പറയാം. ചില വീടുകളുടെ ചില ഭാഗങ്ങൾ മാത്രമാണ് പുറത്ത് കാണാൻ കഴിയുക. ഇന്നലെ മഴയുണ്ടായിരുന്നില്ല. മഴയുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ മണ്ണിടിച്ചിൽ ഒരു ഉരുൾപൊട്ടലായി മാറിയേനെ. ഇവിടെ നിന്ന് താഴേക്ക് ഒഴുകി ഈ കാണുന്ന വീടുകളൊന്നും അവിടെ അവശേഷിപ്പിക്കാതെ മുന്നോട്ട് പോയേനെ എന്നുള്ളതാണ് പ്രദേശവാസികൾ അടക്കം പറയുന്നത്. ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണവും അതോടൊപ്പം തന്നെ മണ്ണെടുപ്പുമാണ് ഇത്തരം ഒരു ദുരന്തത്തിലേക്ക് നയിച്ചത്. ഇതിനു മുമ്പും ഇത്തരം സമാനമായിട്ടുള്ള അപകടങ്ങളും മണ്ണിടിച്ചിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും കാര്യമായിട്ടുള്ള ആൾനാശം ഉണ്ടായില്ല എന്നുള്ളതുകൊണ്ട് അധികൃതർ ഇതിന് നേരെ കണ്ണടക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു വലിയ ദുരന്തം ഉണ്ടായിരിക്കുന്നു. ഈ ദുരന്തം മുന്നിൽ കണ്ടെങ്കിലും ഇനിയുള്ള നിർമ്മാണങ്ങളിൽ ഒരു ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഇപ്പോൾ തന്നെ ദേശീയപാതയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി നേരിമംഗലം മുതൽ ഏതാണ്ട് പള്ളിവാസൽ വരെയുള്ള ഭാഗത്ത് ഇത്തരത്തിൽ മണ്ണ് ഇടിച്ച് വെച്ചിരിക്കുകയാണ്. വലിയ കൂറ്റൻ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഇതിനായി ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രദേശത്ത് പോലും മണ്ണുമാന്തി യന്ത്രം അവിടെ കിടക്കുന്നുണ്ട്. ഇന്നലെ രാത്രി
ജോലിക്ക് ശേഷം അവിടെ നിർത്തിയിട്ടതിന് ശേഷം പോയതാണ്. ഇന്ന് രാവിലെ അവർ വീണ്ടും ജോലിക്കായി എത്തിയിട്ടുണ്ട്. എന്തായാലും അശാസ്ത്രീയമായിട്ടുണ്ടായ നിർമ്മാണം, ദേശീയപാതയുടെ നിർമ്മാണം, അത് തന്നെയാണ് ഇത്തരമൊരു വലിയ ദുരന്തത്തിലേക്ക് നയിച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും. രാത്രി വൈകിയാണ്, ഏതാണ്ട് 5.5 മണിക്കൂറിന് ശേഷമാണ് സന്ധ്യയെ പുറത്തേക്ക് എടുക്കാൻ കഴിഞ്ഞത്. ബിജുവിനെ ഏതാണ്ട് 7.5 മണിക്കൂറിന് ശേഷമാണ് പുറത്തെടുക്കാൻ കഴിഞ്ഞത്. ബിജുവിന് ഇവിടെ നിന്ന് എടുക്കുമ്പോൾ തന്നെ ജീവനുണ്ടായിരുന്നില്ല. ഇന്നലെ ആ കാണുന്നതാണ് ബിജുവിന്റെ തറവാട്ട് വീട്. അവിടെയായിരുന്നു ബിജു രാത്രി വൈകി ഉണ്ടായിരുന്നത്. ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി സ്വന്തം വീട്ടിലേക്ക് വരികയായിരുന്നു എന്നുള്ളതാണ് സഹോദരി പറഞ്ഞത്. ആ ഒരു ചുരുങ്ങിയ സമയത്തിൽ ഇത്തരമൊരു വലിയ ദുരന്തം അവരെ കാത്തിരുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും നാടിനെ സംബന്ധിച്ച് വലിയ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ വളരെ വൈകാരികമായിട്ടാണ് നമ്മളോട് പ്രതികരിക്കുന്നത്. പൂജ, ജെയിനാണ് അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നത്. കാരണം കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ജെയിൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയം മുതൽ എന്താണ് അവിടെ സംഭവിച്ചത്, ആ രക്ഷാപ്രവർത്തനം എത്രത്തോളമായിരുന്നു, അവരുടെ പ്രതീക്ഷകൾ എങ്ങനെയായിരുന്നു, ഈ മണിക്കൂറുകൾ ഈ കടന്നു പോകുമ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത്, അവസാനം ഒരു മരണം സംഭവിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർക്ക് മുന്നിലൂടെ കടന്നുപോയതാണ്. അപ്പോൾ ആ ഒരു രാത്രി സംഭവിച്ചതും ഈ പുലർച്ചെ ആയപ്പോൾ ആ മണ്ണിടിച്ചിൽ ആ ഒരു പ്രദേശത്തെ ആകെ തന്നെ എങ്ങനെയാണ് മാറ്റിമറിച്ചിരിക്കുന്നത് എന്നുള്ള ആ ഒരു വലിയൊരു ആഘാതം എത്രത്തോളം ഉണ്ട് എന്ന് നേരിട്ട് കണ്ട ഒരാൾ കൂടിയാണ് ജെയിൻ.